ഇന്നത്തെ വീഡിയോ കുറച്ചൊന്ന് പേഴ്സണലാണ്. ലാസ്റ്റ് ഒരു 5 days ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവേ അല്ല. നോ എഡിറ്റിംഗ്, നോ അപ്ലോഡിങ്, നോ പ്ലാനിങ്, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 2-3 ദിവസം എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധമായിരുന്നു. ബിക്കോസ് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി ഈക്വൽ ടു സക്സസ്, കൺസിസ്റ്റൻസി ഇസ് ദ കീ. ഇത് തന്നെയായിരിക്കും നമ്മൾ മിക്കവാറും കേൾക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള വാക്ക്. അത് സത്യമാണ്. ഈ ഒരു തോട്ട് മൈൻഡിൽ ഇല്ലതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഫുൾ ടൈം പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെ ഫീൽസ്. പക്ഷേ ഞാൻ സ്ലോലി റിയലൈസ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് നമ്മളെ മെൻ്റൽ പീസ് അല്ലെങ്കിൽ റെസ്റ്റ്, നമ്മളുടെ മനസ്സിനും ശരീരത്തിനും നമ്മൾ കൊടുക്കുന്ന റെസ്റ്റ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചില സമയത്ത് നമ്മളെ മെൻ്റൽ ബേൺ ഔട്ട് എന്ന് പറയുന്നത് ശാരീരികമായിട്ട് നമുക്കുണ്ടാകുന്ന ടയർഡ്നെസ്സിനെക്കാട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബോഡി റെസ്റ്റ് എടുക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളെ മൈൻഡ് ടയർഡ് ആയിരിക്കും. ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യുക, വ്യൂ ചെക്ക് ചെയ്യുക, പിന്നെ കൺസിസ്റ്റൻസി അത് മെയിൻറ്റെയിൻ. ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വീഡിയോ അല്ലെങ്കിൽ റീലൊക്കെ കാണുമ്പോൾ അവരുമായിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ നമ്മൾ കമ്പയർ ചെയ്യും. അപ്പം കിട്ടുന്ന പ്രഷർ വേറെ. പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം വെച്ചെങ്കിൽ നോർമൽ എല്ലാവരും ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റീച്ചോ കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ലെക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയറിപ്പോവാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഇങ്ങനെ നമ്മളിങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കലി നമ്മൾ 24 hours ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒന്ന് ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എല്ലാം കൂടി അറ്റ് വൺ പോയിന്റ് എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫീലിംഗ് ഹെവി. നമുക്ക് ഭയങ്കര ഒരു പ്രഷർ തരുന്ന പോലെ തോന്നും, ബുദ്ധിമുട്ടായി തോന്നും. ഇതൊരു കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ഞാനിപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ത്രീകളായാലും അല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞുങ്ങളെയും ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന സ്ത്രീകളായാലും എല്ലാ കാര്യവും മാനേജ് ചെയ്യുമ്പോൾ ഇതുപോലെയില്ലേ മെൻ്റലി ഫിസിക്കലി ക്ഷീണം ഉണ്ടാവുമായിരിക്കും. അത് കൂടാതെ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെൻ്റലി ഒരു ടയേർഡ് ആവുന്ന ഒരു ഫീൽ ഉണ്ടാവുന്നത് അത് നോർമലായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഞാൻ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കണം, ഞാൻ ഒരു റെസ്റ്റും എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യം തകിടം മറിയുന്നെല്ലാം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. ഭയങ്കര പ്രഷർ കുക്കറിൽ നിൽക്കുന്നത് പോലെ തോന്നുന്നു. അതുപോലെ ജോലി ചെയ്യുന്ന സ്ത്രീകളായാലും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന സ്ത്രീകളായാലും ഇവർക്കെല്ലാം ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മളെ വ്യൂ ചെക്കിങ്ങും പിന്നെന്താ അനലറ്റിക്സ് നോക്കുന്നതും എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും അങ്ങനെയെല്ലാം ആണെങ്കിൽ ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഇപ്പോൾ വർക്കിംഗ് വുമൺ ആയാലും പിന്നെ ബാക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഹൗസ് വൈഫിനായാലും ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ എന്ത് കുക്ക് ചെയ്യും, കുഞ്ഞുങ്ങളെ ഹോംവർക്ക്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനുള്ള തിരക്ക്, അല്ലെങ്കിൽ ഓഫീസിൽ ബാക്കി വെച്ചിട്ടില്ല പെൻഡിങ് വർക്ക്, ഇതെല്ലാം ആയിരിക്കും മൈൻഡിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മളെ മെൻ്റലി ടയേർഡ് ആക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം നോർമൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട മെൻ്റൽ പീസ് നമ്മൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു 2 ദിവസം നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലാന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ ഒരു 2 ദിവസം നമുക്ക് ഒന്ന് ഹീൽ ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് നമ്മളങ്ങ് കണക്ക് കൂട്ടിയാൽ മതി. എൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആ കാര്യം വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഈ പറഞ്ഞ പോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കായാലും ഇപ്പോൾ ഹൗസ് വൈഫിനായാലും ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെത് ഞാനിപ്പോൾ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേഷൻ ആയതുകൊണ്ട് അത് വേറൊരു തലം. മറ്റേതാണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അത് വേറൊരു തലം. എല്ലായിടത്തും പൊതുവായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചെങ്കിൽ നമുക്ക് ഒരു 2 ദിവസം നമ്മളൊന്ന് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, ഒരു കുറ്റബോധം തോന്നും. അയ്യോ ഞാനൊന്നും ചെയ്യുന്നില്ലേ, ഞാൻ ഭയങ്കര മടിച്ചാവുന്നുണ്ടോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് ഒരു 2 ദിവസമോ ഒരു 3 ദിവസമോ അല്ല നമ്മൾ കുറച്ചൊന്ന് ഒന്നും ചെയ്യാതിരിക്കണം എന്നല്ല പറയുന്നത്, ആ ചെയ്യുന്നതിൽ നിന്ന് കുറച്ചൊന്ന് എന്താ പറയുക, നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഫുൾ പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യാൻ നിൽക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളിലും ചെയ്ത് നമ്മൾ മൈൻഡിനും ഫിസിക്കലായിട്ടും മൈൻഡിനും മെൻ്റലായിട്ടുമുള്ള ഒരു പീസ് കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആ ഒരു 3 days കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ അടിപൊളിയായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പത്തേനെക്കാട്ടി കുറച്ചും കൂടി ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞു തന്നതല്ല, പറഞ്ഞു വന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എൻ്റെ കാര്യത്തിൽ പറയാമെന്നെങ്കിലുണ്ടല്ലോ, ഈ ഒരു കഴിഞ്ഞ 4-5 ദിവസമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒട്ടും ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒരു ഫോൺ എടുക്കാൻ പോലും ഒരു മൂഡ് ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ ദിവസവും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും അപ്ലോഡിങ്ങും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതോ ഒരു പോയിന്റിൽ ഭയങ്കര ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഫിസിക്കലി അല്ല, കിടന്ന് ഉറങ്ങുന്നുണ്ട് 8 മണിക്കൂർ 9 മണിക്കൂറെല്ലാം 8 മണിക്കൂർ 9 മണിക്കൂറെല്ലാം കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്നാൽ പോലും ഈ മൈൻഡ് അത്ര ഓക്കെ അല്ല. കാരണം അതിന് വേണ്ട പീസ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഹോണസ്റ്റ്ലി ഈ 2-3 ദിവസം ബ്രേക്ക് എടുത്തിട്ട് വരുമ്പോൾ തന്നെ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി കാമായ പോലെ തോന്നുന്നു. ഭയങ്കര മൈൻഡെല്ലാം കുറച്ചൊന്ന് റിലാക്സ് ആയ പോലെ തോന്നുന്നു. സത്യമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു പ്രഷറും ഇല്ല, ചുറ്റുപാടും നടക്കുന്നതെല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ
ഈ വീഡിയോ ഇടണം, അപ്ലോഡ് ചെയ്യണം, പ്ലാൻ ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതുമില്ല. അപ്പോൾ ചില ആൾക്കെങ്കിലും തോന്നാം ഇത്ര കഷ്ടപ്പാടത്തെങ്കിലും എന്തിനാ പിന്നെ വീഡിയോ എടുക്കുന്നത്, എന്തിനാ പിന്നെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് തോന്നാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ 2, 3, 4 ദിവസത്തെ കാര്യം മാത്രമാണ്. ഇത് പാഷനായിട്ടും കരിയറായിട്ടും കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക്, ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടു നടക്കുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടല്ല. പക്ഷെ ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണെന്ന് അങ്ങനെയല്ല പറയുന്നില്ലത്. ബട്ട് നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിപ്പോൾ വർക്കായാലും, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ, അതും ഒരു പ്രൊഫഷനായിട്ട് മിക്ക ആൾക്കാരും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും അതിൽ നിന്നും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്കലിയും മെൻ്റലിയും ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു 2, 3 ദിവസം ബ്രേക്ക് ചെയ്യാന്ന് പറയുമ്പോഴേക്കും അത് ഭയങ്കര നമുക്കൊരു എന്താ പറയലേ, ഒരു കുറ്റബോധം തോന്നണ്ട, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ റോങ് ആണോ എന്ന് തോന്നേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അതായത് എവറി സിംഗിൾ ഡേ പ്രൊഡക്റ്റീവ് ആവണമെന്നില്ല, എവറി സിംഗിൾ ഡേ ക്രിയേറ്റീവ് ആവണമെന്നില്ല. ഇതൊന്നും അല്ലെങ്കിലും കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മെൻ്റലി ടയർഡായ ഒരു സമയത്ത് വീണ്ടും നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്ത് ആ ഒരു കാര്യം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ വിചാരിച്ച പോലെ ഒരു ബെറ്റർ റിസൾട്ട് അതിൽ നിന്ന് കിട്ടുന്നു. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മളെ മെൻ്റൽ മൈൻഡ് ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന, ടയേർഡായിട്ടിരിക്കുന്ന, അങ്ങനെയുള്ള ഒരു മൈൻഡിൽ ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് വരാനോ അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ എൻജോയ് ചെയ്ത ഒരു കാര്യം ചെയ്യാനോ നമുക്ക് പറ്റുന്നോ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വിചാരിച്ചൊരു ഔട്ട്പുട്ട് കിട്ടുന്നോ എനിക്ക് തോന്നുന്നില്ല. കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ ആ ഒരു പ്രഷറിൽ നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്ത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മളൊരു 2 ദിവസം ബ്രേക്ക് എടുത്തിട്ട്, ഒരാഴ്ച 1 മാസമൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്ന ബ്രേക്ക്, ഒരു ചെറിയ ബ്രേക്ക് അത് തന്നെ മതിയാവും. 2-3 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു 2 ദിവസം ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ 3-ാം ദിവസം ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും വീണ്ടും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. അപ്പോൾ അങ്ങനെ ഒരു 2 ദിവസം ബ്രേക്കെല്ലാം എടുത്ത് പിന്നെ അങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ വരുന്നില്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നതിന് ഒരു ഗിൽറ്റി ഫീലിംഗും നമുക്ക് തോന്നേണ്ട ആവശ്യം. അതിനെക്കാട്ടും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇൻസ്റ്റയോ യൂട്യൂബോ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, വ്ളോഗ്സ് അതുപോലെ കാര്യങ്ങളെല്ലാം കാണുന്ന ആൾക്കാരാണെങ്കിൽ, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിലൊരു കാര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ, നമ്മൾ വേറൊരാളൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഭയങ്കര പ്രൊഡക്റ്റീവാണ്, ഭയങ്കര റൊട്ടീനെല്ലാം ഫോളോ ചെയ്ത് എന്തൊരു നീറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, എത്ര പ്രൊഡക്റ്റീവായിട്ടാണ് അവരൊരു ദിവസം സ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. ചിലപ്പോൾ അതൊരു വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ അവർ 1-2 ദിവസത്തെ കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കാം. അവരുടെ ലൈഫ് എത്രയാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്, റീലും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു അരമണിക്കൂറിൽ 3/4 മണിക്കൂറിൽ കാണുന്ന ഒരു കാര്യമായിരിക്കില്ല അവരൊരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അവർക്ക് എത്ര പ്രൊഡക്റ്റീവായിട്ടാണ് ജീവിക്കുന്നില്ലത്, എത്ര നല്ല റൊട്ടീനാണ് അവർ ഫോളോ ചെയ്യുന്നില്ലത്. അപ്പം ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക, ബ്രേക്ക് ചെയ്യുക, ഞാൻ റോങ് ആണോ, ഞാൻ ഇനഫ് അല്ലേ എന്നുള്ളത് വരെ ഒരു തോന്നിയേക്കാം. അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, ഇത് തന്നെയാണ്. റിയൽ ലൈഫും ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും നമ്മളെ ലൈഫ് മറ്റൊരായിട്ട് കമ്പയർ ചെയ്യരുത്. പല ആൾക്കാരും ഇത് കോണ്ടൻ്റായിട്ട് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അവരെ ലൈഫിൻ്റെ ഒരു അരമണിക്കൂർ നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലും അവരുടെ ലൈഫ് സ്റ്റൈലും ഡിഫറെൻ്റ് ആണ്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അതെല്ലാം കണ്ട് നമ്മൾ ഫുൾ ടൈം പ്രൊഡക്റ്റീവ് ആയിരിക്കണം, നമ്മളൊരു 5-6 കൂട്ടം കറി ഉണ്ടാക്കണം, കുക്കിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള വെറൈറ്റീസ് എല്ലാം കൊണ്ടുവരണം എന്നെല്ലാം വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത്, നമ്മളെങ്ങനെയാണോ ഹാപ്പി ആവുന്നത്, നമ്മളെ മൈൻഡിനെ എങ്ങനെയാണോ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. നമുക്കുള്ളത് വെച്ചിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നുമ്പോൾ നമുക്ക് ബ്രേക്ക് എടുക്കാം, അതിലൊന്നും ഒരു ഗിൽറ്റി ഫീൽ തോന്നേണ്ട ആവശ്യമില്ല. നമുക്കുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഓരോ മിനിറ്റോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ മതി. സോ യെസ്, ഐ എം സ്ലോലി കമ്മിങ് ബാക്ക് അഗെയിൻ. ഈ ഒരു 4-5 ദിവസത്തെ ഒരു ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നു. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിരുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തന്നെ മിക്ക കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇങ്ങനെയുള്ള ഓരോരോ പ്രഷറിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഫീലിംഗ് ഇങ്ങനെ തന്നെ ആയിരിക്കും, എനിക്കറിയില്ല. അങ്ങനെ ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ക്യാമറ നോക്കി സംസാരിക്കുന്ന വീഡിയോസ് ഞാൻ വളരെ കുറവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പോയിന്റെല്ലാം ഞാൻ വിചാരിച്ച് മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല പോയിന്റും പറയാനും വിട്ടിട്ടിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരാളോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക്, അതിനും അപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെയും അപ്പുറത്തേക്ക് നിങ്ങൾ സ്വയം പുഷ് ചെയ്യാതിരിക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെ നിർബന്ധിക്കാതിരിക്കുക. കാരണം വെച്ചാൽ അത് മെൻ്റലി ഭയങ്കര
ടയേർഡ് ആക്കുന്ന ഒരു ഫീല് തരും നിങ്ങൾക്ക്. ഒന്നും പിന്നെ അങ്ങോട്ടേക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ യാന്ത്രികമായിട്ട് ചെയ്യാമെന്നല്ലാതെ നമുക്ക് മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഒരു 2 ദിവസം ബ്രേക്ക് എടുത്തിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ചില സമയത്തെങ്കിലും ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് തിങ് യു ക്യാൻ ഡു ഈസ് റെസ്റ്റ്. ഇപ്പോൾ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.